കണ്ണൂരിൽ സഞ്ചാരികളുടെ ഒരു പ്രിയപ്പെട്ട സന്ദർശന സ്ഥലമുണ്ട്. കണ്ണൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിൽ ഒന്നാണ് പാലക്കയം തട്ട്. പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായ ഇവിടം മനോഹരമായ കാഴ്ചകൾ കൊണ്ട് സമ്പന്നമാണ്. നിരവധി ആൾക്കാരാണ് കുന്നിൻ മുകളിലെ വിസ്മയ കാഴ്ചകൾ കാണാൻ വേണ്ടി എത്തുന്നത്. എന്നാൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെന്നും സാഹസിക ടൂറിസം സാധ്യതകൾ അവിടെ പ്രയോജനപ്പെടുത്തണമെന്നുമാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ണൂർ പാലക്കയത്ത് നിന്നും സജദേവസി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കണ്ണൂരിലെ ഊട്ടി എന്നറിയപ്പെടുന്ന പാലക്കയം തട്ടിലേക്കാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് യാത്ര പോകുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് 3500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്വർഗ്ഗസുന്ദര ഭൂമിയാണ് പാലക്കയം തട്ട്. ആ കാഴ്ചകളിലേക്ക് പോകാം. കണ്ണൂരിന്റെ കിഴക്കൻ മലഞ്ചെരുവുകളിലൂടെ യാത്ര ചെയ്തു വേണം നടുവിൽ പഞ്ചായത്തിലെ പാലക്കയം തട്ടിലെത്താൻ. പാലക്കയം തട്ടിന്റെ നെറുകയിലേക്ക് എത്തും തോറും കാഴ്ചകൾ കൂടുതൽ തെളിയും. പശ്ചിമഘട്ട മലനിരകളും താഴ്വാരത്തെ വിദൂര കാഴ്ചകളും പ്രകൃതിയുടെ ക്യാൻവാസിലെ അപൂർവ ചിത്രം കണക്കെ ഹൃദയം കവരും. നല്ലുണ്ട്, അടിപൊളിയാണ്. നല്ലുണ്ട്. വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. വെക്കേഷൻ ട്രിപ്പായിട്ട് വരുന്ന കുട്ടികളെല്ലായിട്ട് ഒന്ന് എൻജോയ് ആക്കാൻ വേണ്ടിയിട്ട്. ഈ സ്ഥലം എങ്ങനെ ഐഡന്റിഫൈ ചെയ്ത്? യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഉണ്ടല്ലോ, അത് വെച്ചിട്ട്. അതുണ്ടോ? ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞത് എന്നൊക്കെ പറയുന്നത് ഇത്തരം സ്ഥലങ്ങളെക്കുറിച്ചാണ്. ഇവിടെ നിൽക്കുമ്പോൾ പറന്നു പോകും എന്ന് തോന്നിപ്പിക്കും വിധമുള്ള കാറ്റാണ്. കുറേയധികം ദൂരം ഇവിടെ നിന്ന് നടന്നു തന്നെ മുകളിലേക്ക് കയറണം, അനുഭവിച്ചറിയണം പ്രകൃതിയുടെ വശ്യത. ഹിൽ സ്റ്റേഷന്റെ അടിവാരം മുതൽ മലമുകളിലേക്ക് നടന്നു കയറണം. ഒരു വശത്ത് പൈതൽമല, മറുഭാഗത്ത് കണ്ണൂരിലെ വിവിധ ദേശങ്ങളുടെ മുഖചിത്രങ്ങൾ, അരികിൽ കുടകിന്റെ വനസമൃദ്ധി, ആകാശച്ചെരുവോളം ഉയരെയെന്ന് തോന്നിപ്പിക്കുന്ന ഇടം. വിപുലമായ വിനോദസഞ്ചാര സാധ്യതയുണ്ടെങ്കിലും അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ ബിഗ് സീറോ എന്ന് പറയേണ്ടി വരും. കോടികൾ മുടക്കി നടപ്പാക്കിയ പദ്ധതികളൊക്കെ നശിച്ചു കിടക്കുന്നു. സിപ്പ് ലൈൻ, തിയേറ്റർ കോംപ്ലക്സ്, ഹട്ടുകൾ എന്നിവയെല്ലാം തകർന്നു കിടക്കുകയാണ്. സാഹസിക ടൂറിസത്തിന്റെ ഭാഗമായി സിപ്പ് ലൈൻ, റോപ്പ് ക്രോസ്, ഗൺ ഷൂട്ടിംഗ്, തിയേറ്റർ, ക്യാമ്പിംഗ്, ട്രെക്കിംഗ് എന്നിങ്ങനെ വിപുലമായ സൗകര്യങ്ങൾ സ്വകാര്യ ഗ്രൂപ്പ് നടപ്പാക്കിയിരുന്നു. DTPC പൂർണ്ണ നിയന്ത്രണം ഏറ്റെടുത്തെങ്കിലും കാര്യങ്ങൾ പിന്നീട് മുന്നോട്ടു പോയില്ല. പ്രതിസന്ധി ഇതുവരെ മറികടക്കാനുമായില്ല. എല്ലാം തകർന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനായി ഒരുക്കിയതെല്ലാം നാശത്തിൽ. നല്ല ഏരിയ ആണ്, പക്ഷേ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യായിരുന്നു. ഇതൊരു കർണാടകത്തിലല്ലാന്നെങ്കിൽ നല്ലൊരു ഏരിയയായി മാറുമായിരുന്നു. പക്ഷേ അത്രയും സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലായി പോയി നമ്മളിപ്പം കയറുമ്പോൾ പറഞ്ഞിട്ടേ ഉള്ളൂ. കാരണം എന്താ, അത്രയും കാണാനും ഉണ്ട്, അത്രയും നല്ലൊരു സ്ഥലവും കൂടിയാണ്. കുഴപ്പമില്ല, പക്ഷെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ്. ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എല്ലാവർക്കും എന്താ പറയുക, ഒരു ഡേ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ്. അല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. അത് പോയി ഇനിയിപ്പോൾ രണ്ടാമത് ചെയ്യണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് ആവില്ല. നല്ല പ്ലേസാണ്, അതാണ്. പക്ഷേ നമ്മൾ ടൂറിസം എന്ന് പറയുമ്പോൾ നമുക്ക് സേഫ്റ്റി നോക്കണ്ടേ. ഇപ്പം ഒരു പ്രശ്നം, ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ നമ്മൾ പോയി അതിൻ്റെ പുറകെ പോകുന്നതിനെക്കാട്ടും അപ്പോൾ അത് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആവുമെന്ന് തോന്നുന്നു. ഹാൻഡ് റെയിൽസ് ഇപ്പം തന്നെ വരുന്ന വഴിക്ക് ഹാൻഡ് റെയിൽസ് ദൂരമാണ്, വഴി ദൂരമാണ്. അപ്പോൾ അത് പിടിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇല്ല. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട്. പ്രവേശന ഫീസ്, പാർക്കിംഗ് ഫീസ് എന്നിങ്ങനെ പണവും ധാരാളമായി പിരിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ എത്തുന്ന സഞ്ചാരികൾക്ക് എന്തെങ്കിലും സൗകര്യം ഒരുക്കി നൽകാനുള്ള ഒരു ശ്രമവുമില്ല. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യ, 24 കണ്ണൂർ.